ഇന്ന് 200-ാം ദിവസം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം, യെശയ്യാ പ്രവചനം 16-ാം അധ്യായവും അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായവും വായിക്കാം. യോശുവ 13-ാം അധ്യായം. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന എക്രോന്റെ എതിർവരെയുള്ള ഫെലിസ്റ്റി ദേശങ്ങളൊക്കെയും, ഗശൂര്യരും ഗസാദ്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക്ക് വരെയും അമോര്യരുടെ എതിർവരെയുമുള്ള കനാന്യരുടെ ദേശമൊക്കെയും, സീദ്യോന്യർക്കുള്ള മെയാരയും ഗിബ്ബല്യരുടെ ദേശവും, കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ ഒക്കെയും, ലെബാനോൻ മുതൽ മിസ്രെഫാത്ത് മയീം വരെയുള്ള പർവ്വതവാസികളൊക്കെയും, എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്ക. അവനോട് കൂടെ രൂബേന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശെ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മേദബ സമഭൂമി മുഴുവനും, അമോന്യരുടെ അതിർവരെ ഗെഷ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും, ഗിലെയാദും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും, ഹെർമോൻ പർവ്വതമൊക്കെയും, സൽക്ക വരെയുള്ള ബാഷാൻ മുഴുവനും, അസ്താരോത്തിലും എഫ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശെ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേലിയുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദബയോട് ചേർന്ന സമഭൂമി മുഴുവനും, ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പട്ടണങ്ങളും, ദീബോനും ബാമോത്ത് ബാലും ബേത്ത് ബാൽ മെയോനും യഹ്സയും കെദേമോത്തും മേഫാത്തും കിര്യതയീമും സിബ്മയും, സമഭൂമിയിലെ മലയിലുള്ള സേരേത്ത് ഷഹരും ബേത്ത് പെയോരും പിസ്ഗ ചരിവുകളും, ബേത്ത് ഷൈമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും, ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്തു പാർത്തിരുന്ന ഏവി, രേക്കം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്യ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. രൂബേന്റെ അതിർ യോർദാനായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ദാൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യെസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും, രബ്ബയുടെ നേരെയുള്ള അരോവേർ വരെ അമോന്യരുടെ പാതി ദേശവും, ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെതോനീമും വരെയും, മഹനീയം മുതൽ ദേബീരിന്റെ അതിർവരെയും, താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഗോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത്ത് ഹാരാം, ബേത്ത് നിമ്രാബ്, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ.
യോർദാനക്കരെ കിഴക്ക് കിന്നരോത്ത് തടാകത്തിന്റെ അറുതി വരെ യോർദാൻ അതിന് അതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശെ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീയം മുതൽ ബാശാൻ മുഴുവൻ, ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായിരിന്റെ ഊരുകളെല്ലാം കൂടി 60 പട്ടണങ്ങളും, പാതി ഗിലെയാദും, ബാശാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത്, എഫ്രയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കൾക്ക്, മാഖീരിന്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇത് മോശെ യെരിഹോവിന് കിഴക്ക് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. യെശയ്യാവ് 16-ാം അധ്യായം. നിങ്ങൾ ദേശാധിപതിക്കു വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പീൻ. മോവാബിന്റെ പുത്രന്മാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർന്നോന്റെ കടവുകളിൽ ഇരിക്കും. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക. നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കുക. ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്ക, അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. മോവാബിന്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ. കവർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്ക് ഒരു മറവായിരിക്ക. എന്നാൽ പീഡകൻ ഇല്ലാതെയാകും, കവർച്ച അവസാനിക്കും. ചവിട്ടിക്കളയുന്നവർ ദേശത്തു നിന്ന് മുടിഞ്ഞു പോകും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. ഞങ്ങൾ മോവാബിന്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവന്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും. എല്ലാവരും മുറയിടും. കീർഹരേശ്യത്തിന്റെ മുന്തിരി അടകളെക്കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹേഷ്ബേൻ വയലുകളും ശിബ്മയിലെ മുന്തിരിവള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് യസേർ വരെ നീണ്ട് മരുഭൂമിയോളം പടർന്നിരുന്നു. അതിന്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യസേറിനോട് കൂടെ ശിബ്മയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെഷ്ബോനെ, എലയാലെ, ഞാൻ നിന്നെ എന്റെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്തു നിന്ന് പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരിക്കൊയ്ത്തിന്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം മോവാബിനെ കുറിച്ചും എന്റെ അന്തരംഗം കീർ ഹെരേഷിനെ കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല. ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ, കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള 3 ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവമഹാപുരുഷന്മാരോടുകൂടെ തുച്ഛീകരിക്കപ്പെടും. അവന്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവുമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ
കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിനും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് കൈവച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്ക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേക്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കപ്രോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെമ്പുമണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവെന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവനെ നേക്കും മഹത്വം. ആമേൻ. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫോരസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്ക. യൂബുലോസും പുബേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.